ഫർസാൻ ഐലൻഡിലെ ആദ്യത്തെ ദിവസമാണ് നമ്മൾ ലാൻഡ് ചെയ്ത് അറൈവലിൽ വന്നു കഴിഞ്ഞ് പുറത്തെത്തുമ്പോൾ ഉള്ള കാഴ്ചകളാണിത്. ചെറിയ ചെറിയ വണ്ടികൾ മാത്രമേ ഇവിടെ കാണുന്നുള്ളൂ. നമ്മളൊരു വലിയൊരു നഗരത്തിലേക്ക് ചെല്ലുന്ന യാതൊരു തിരക്കോ ബഹളങ്ങളോ ഒന്നുമില്ല. അപ്പം ഇവിടെ ബസ് കിടപ്പുണ്ട്. അതുപോലെ തന്നെ കൂടുതലുള്ളത് ഹയസ്റ്റ് ടൈപ്പ് വാനും പിന്നെ പിക്കപ്പ് ഐറ്റംസുമാണ്. അപ്പോൾ നമുക്കും ഇതിലായിരിക്കും പോകേണ്ടത്. ഇതുപോലത്തെ ഹയസ്റ്റ് വാനാണ് നമുക്ക് വേണ്ടിയിട്ട് വന്നേക്കുന്നത്. അപ്പോൾ കൂട്ടത്തിലുള്ള ഓരോരുത്തർ ഓരോ ഫാമിലി കയറി തുടങ്ങി. അപ്പോൾ നമുക്കുള്ളത് ഇപ്പം വരും. അപ്പോൾ നമുക്കൂടെ പോകണം. വെറും 642 സ്ക്വയർ മീറ്റർ മാത്രം ചുറ്റളവുള്ള ഒരു ദ്വീപ് സമൂഹം പെടുന്നതാണ് ഈ ഒരു ഫർസാൻ ദ്വീപ് ഐലൻഡ് എന്ന് പറയുന്നത്. നമ്മൾ ഈ ഒരു റോഡിൽ കൂടെ നമ്മൾ പോകുമ്പോൾ തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നത് നമ്മുടെ കേരളത്തിലെ തീരദേശം, അതായത് കടൽ തീരത്തോടുള്ള റോഡുകളിലൂടെ പോകുന്ന അതേ ഫീലാണ് നമുക്ക് കിട്ടുന്നത്. ക്ലൈമറ്റും ഒക്കെ പറയുകയാണെങ്കിൽ അതേപോലത്തെ നല്ലൊരു ക്ലൈമറ്റാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. അപ്പം ഞങ്ങളിപ്പോൾ വന്നിട്ട് ആദ്യം തന്നെ പോകുന്നത് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ബീച്ചിലേക്കാണ്. കാരണം സൺസെറ്റിൻ്റെ ടൈമായി. അപ്പം നമുക്ക് റൂമിൽ പോയിട്ട് വരാമെന്ന് വിചാരിച്ചാൽ നമുക്കത് മിസ്സാകും. അതുകൊണ്ട് തന്നെ നമ്മൾ ഡയറക്റ്റ് പോകുന്നത് ആ ഒരു ബീച്ചിലേക്കാണ്. നമ്മളിങ്ങനെ പോകുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ സൈഡിലായിട്ട്, റോഡിൻ്റെ സൈഡിലായിട്ടൊക്കെ തന്നെ കണ്ടൽക്കാടുകൾ ചെറുതായിട്ടൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പൂർണ്ണമായിട്ടുള്ള കണ്ടൽക്കാടുകളുടെ വിഷ്വൽ കിട്ടണമെങ്കിൽ നമ്മളിവിടുത്തെ ബോട്ട് സർവീസ് യൂസ് ചെയ്തിട്ട് അതിനിടയിൽ കൂടെയൊക്കെ ഉള്ള സർവീസ് ഉണ്ടെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ടും ട്രൈ ചെയ്യാം. അങ്ങനെ പോകാൻ പറ്റുവാണെങ്കിൽ അത് നല്ലൊരു അനുഭവമായിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മളിപ്പോൾ ഈ റോഡിൽ കൂടെ പോകുമ്പോൾ തന്നെ നമുക്ക് അങ്ങനത്തെ കുറച്ച് കണ്ടൽക്കാടുകളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ അവിടെ ഫെറിയിലൊക്കെ വന്ന് ഇറങ്ങിയിട്ട് നേരെ വന്നത് ബീച്ചിലോട്ടായിരുന്നു. കാരണം നമുക്ക് സൺസെറ്റ് മിസ്സാകുമെന്നവർ പറഞ്ഞതുകൊണ്ട് നമ്മൾ നേരെ ഇങ്ങോട്ട് പോന്നു, ബീച്ചിലോട്ട്. അപ്പം പിള്ളേരും എല്ലാവരും തന്നെ വന്നപാടെ വെള്ളത്തിൽ ചാടി. ഇവിടെ സൂപ്പർ വെള്ളമാണ് കേട്ടോ, നല്ല പച്ച കളറുള്ള വെള്ളം. അപ്പോൾ എല്ലാവരും ഇങ്ങോട്ട് വന്ന് ചാടി. അപ്പോൾ ഒരു സൈഡിൽ നമുക്ക് ബോട്ടിങ്ങിനുള്ള ഫെസിലിറ്റി ഉണ്ട്. അപ്പോൾ അതിനുള്ള പോകാനുള്ള ഒരു പ്ലാനുണ്ട്. കുറച്ച് പേര് അങ്ങനെ നിൽക്കുന്നു. വന്നവരൊക്കെ ഡ്രസ്സൊക്കെ മാറുന്നു, വെള്ളത്തിൽ ചാടുന്നു, എല്ലാവരും അങ്ങനെ നിൽക്കുകയാണ്. സംഭവം സൂപ്പറാണ്. നല്ലൊരു വ്യൂ, അടിപൊളി സെറ്റപ്പ്, നല്ല ബീച്ച്. പിള്ളേരൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇപ്പോൾ തിരിച്ച് കയറാൻ പറ്റുന്ന അവസ്ഥയാണ്. എല്ലാവരും ഭയങ്കര കളി. നല്ല സൂപ്പർ വ്യൂ ആണ് കേട്ടോ. സൺ ഇങ്ങനെ താന്ന് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു നല്ല വ്യൂ നമുക്ക് കിട്ടുന്നുണ്ട് ഇവിടുന്ന്. പിള്ളേരെല്ലാം വന്നിട്ട് നല്ല ആവേശത്തിൽ കളിക്കുന്നുണ്ട്. ഇക്കയൊക്കെ ചാടി. നല്ല വ്യൂ ആണ് കേട്ടോ. സൺസെറ്റ് കാണാനായിട്ട് നല്ല രസമുണ്ട്. നമുക്ക് ഇവിടുന്ന് നോക്കുമ്പോൾ ചുറ്റും വേറെ 1-2 ദ്വീപുകൾ കൂടെ കാണാൻ പറ്റുന്നുണ്ട്. അതൊക്കെ ഈ ദ്വീപ സമൂഹത്തിലുള്ളതാണ്. പക്ഷേ ഫർസാൻ ഐലൻഡാണ് മെയിനായിട്ട് സൗദി അറേബ്യയുടെ അണ്ടറിലുള്ള കൺട്രോളിലുള്ള ഒരു ദ്വീപെന്ന് പറയുന്നത്. പിന്നെ ഇവിടെ ബോട്ടിംഗ് സൗകര്യം ഉണ്ടായിരുന്നു. ബോട്ടിംഗ് സൗകര്യം ഉണ്ടെങ്കിൽ നമുക്ക് പോയാൽ കണ്ടൽക്കാടുകളോ എന്തൊക്കെയോ കണ്ടിട്ട് വരുന്നത്. പക്ഷേ അതൊരു 5 മണിക്കായിരുന്നു സ്റ്റാർട്ടിങ് ഫൈനൽ. പക്ഷേ നമ്മളിവിടെ വന്നപ്പോൾ തന്നെ കുറച്ച് ലേറ്റായി. അതുകൊണ്ട് നമുക്ക് ആ ഒരു സംഭവം മിസ്സായിട്ടുണ്ട്. അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കണ്ടൽക്കാടുകളിലൊക്കെ ഒന്ന് പോയി വരാൻ പറ്റിയിരുന്നെങ്കിൽ. എനിവേ നല്ലൊരു ബീച്ചാണ്. നമ്മൾ സൗദിയിൽ ആണെങ്കിലും ദമാമ്, കോബാറൊക്കെ പോയിട്ട് ഇങ്ങനൊരു ബീച്ച് നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല. അതുപോലെ തന്നെ എന്താ പറയുന്നത്, സെക്യൂരിറ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ പോലീസുകാരൊക്കെ വന്ന് വിളിക്കുന്നൊക്കെ ഉണ്ട്. പിള്ളേർ ഇത്ര കിടന്ന് പറയുന്നുണ്ട്. പോലീസുകാർ വന്ന് നല്ല ലോങ് ആയിട്ടുള്ള ബീച്ച്. കളർ കണ്ടോ? ഇനി റൂമിൻ്റെ അവസ്ഥയൊക്കെ കണ്ട് മനസ്സിലാക്കിയിട്ട് വേണം ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാൻ. ഇനി വൈകുന്നേരം എന്തൊക്കെയോ ക്യാമ്പ് ഫയർ പരിപാടികളോ, ക്യാമ്പ് ഫയറില്ല, ജസ്റ്റ് പേര് മാത്രമേ ഉള്ളൂ. കാരണം ഇവിടെ തീയൊന്നും കത്തിക്കാൻ പാടില്ലെന്നാണ് ഇവിടുത്തെ നിയമം തോന്നുന്നു. അങ്ങനെ നോക്കാം. ബീച്ചിൽ നിന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് കയറിയിട്ട് കുറച്ചിങ്ങോട്ട് വരുമ്പോൾ ഒരു പാർക്ക് ഏരിയയും, അതായത് ബീച്ചിൻ്റെ ചേർന്ന് തന്നെ ഒരു പാർക്ക് ഏരിയയും കാര്യങ്ങളൊക്കെ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് പിള്ളേർക്കൊക്കെ ഉള്ള. അവിടെ തന്നെ നമുക്ക് നല്ലൊരു ഐ ലവ് ഫർസാൻ എന്നുള്ളൊരു ബോർഡ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് എല്ലാവർക്കും കൂടെ ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് പോകാം
എന്നുള്ളൊരു പ്ലാനിലാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. ഇവിടെ മൊത്തം ഇതൊരു പാർക്ക് സെറ്റപ്പാണ് പിള്ളേർക്കുള്ള. പിന്നെ കുറച്ച് എന്താ പറയുന്നത് ഫുഡും കാര്യങ്ങളുള്ള ഉണ്ട്, അതെല്ലാം ഉണ്ട്. നമ്മൾ ബീച്ചിലെയും പാർക്കിലെയൊക്കെ കറക്കമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഈ റൂമിലോട്ട് പോകുന്ന വഴിയാണ്. അപ്പം ഇവിടുത്തെ കാഴ്ചകളെന്ന് പറഞ്ഞാൽ രാത്രികാല കാഴ്ചകളും അത്ര വലിയ ഗാംഭീര്യമായിട്ടുള്ള കാഴ്ചകളൊന്നും ആണെന്ന് പറയാൻ പറ്റത്തില്ല. ചെറിയ ചെറിയ നിർമ്മിതികളും അതുപോലെ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഒത്തിരി വലിയൊരു സെറ്റപ്പൊന്നും എങ്ങും നമുക്ക് കാണാനായിട്ടില്ല. ഇന്ന് പോന്നിട്ട് ഇപ്പോഴത്തെ നമ്മളിവിടെ ഒരു ഹെറിറ്റേജ് വില്ലേജ് എത്തിയിട്ടുണ്ട്. ഒരു പുരാതന വില്ലേജാണെന്നാണ് പറഞ്ഞത്. നമുക്കപ്പോൾ ഇവിടുത്തെ കാഴ്ചകളിലേക്കിട്ടേക്ക് പോവാം. അപ്പോൾ വണ്ടിയൊന്നും അകത്തോട്ട് കയറ്റത്തില്ല, നമുക്കിനി നടന്നു പോയി കാഴ്ചകൾ കാണണം. നമ്മളിപ്പോൾ എത്തിയേക്കുന്നത് അൽ സലായി മറൈറ്റൈം മ്യൂസിയം ആണ് എത്തിയിരിക്കുന്നത്. ഒരു പഴയൊരു ഫർസലാൻഡിലുള്ള ഒരു പഴയൊരു സെറ്റപ്പ് അറിയത്തില്ല, നമുക്ക് അകത്തോട്ട് പോയി നോക്കാം. ഓൾറെഡി പാതിരയായി ഇവിടെ വന്നപ്പോൾ, ഇനിയിപ്പോൾ അതിനകത്ത് പോയി എന്നെ കാണാനാണെന്ന് അറിയത്തില്ല. ഏതായാലും പോയി നോക്കാം. ഇത് മൊത്തം കല്ലുകൾ കൊണ്ടുള്ള ഒരു നിർമ്മിതികളാണ്. മൊത്തം പഴയ കാലത്തെ സെറ്റപ്പായിരിക്കും. കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് ഉള്ളൊരു സെറ്റപ്പ്. അതെ, ഇടിഞ്ഞു പൊളിഞ്ഞ കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ള. പിന്നെ ഇവിടെ നമുക്ക് സ്റ്റേ ചെയ്യാനുള്ള സ്ഥലമൊക്കെ കാണിക്കുന്നുണ്ട്. ഒരു പഴയ സെറ്റപ്പാണ്. പിന്നെ എല്ലാം ഒരു നല്ല രസമുണ്ട്. കാരണം ഓല കൊണ്ട് മേഞ്ഞ മേൽക്കൂരയും ഒക്കെയുള്ള ഒരു കെട്ടിടമായിട്ട് സെറ്റപ്പ്. നല്ലൊരു ആംബിയൻസ് കിട്ടുന്നുണ്ട്, സൈലൻ്റ് ആയിട്ടുള്ള. പക്ഷേ നല്ല സമയത്ത് വരികയും കൂടി ചെയ്യണം. ഞങ്ങൾ ഈ ധൃതി പിടിച്ച് ഓടിപ്പിടിച്ച് വന്ന കാരണം നമുക്കങ്ങോട്ട് മാക്സിമം ആസ്വദിക്കാനായിട്ട് അങ്ങോട്ട് പറ്റിയിട്ടില്ല ഇതുവരെ കാര്യങ്ങളൊന്നും. പക്ഷേ ഇവിടുത്തെ ഈ ഒരു സെറ്റപ്പും കാര്യങ്ങളെന്ന് പറഞ്ഞാൽ മൊത്തം പഴയ കാലത്തെ ബിൽഡിങ്ങുകളും അല്ലെങ്കിൽ കല്ലുകൾ കൊണ്ടുള്ള ഒരു പരിപാടിയും കാര്യങ്ങളൊക്കെയാണ്. സീറ്റിംഗ് ഒക്കെ ആണെങ്കിലും കല്ലുകൾ കൊണ്ടുള്ള സീറ്റിങ്ങും ഒക്കെയാണ്. ഒന്നും ഒരു പുതുമ നമുക്ക് ഫീൽ ചെയ്യത്തില്ല. എല്ലാം ഒരു പഴയകാല ഫിനിഷിംഗ് ഉള്ളൊരു സെറ്റപ്പ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു ലൈറ്റിങ്ങും ഒക്കെ ചെയ്ത് നല്ല ഭംഗിയായിട്ട് സൂക്ഷിച്ച് വെച്ചിരിക്കുന്നു. എന്തൊക്കെയോ ഓരോ ഡോറിൻ്റെ ഫ്രണ്ടിൽ നമ്പറുകളൊക്കെ ഉണ്ട്. ചിലത് 50, 44 എന്നൊക്കെ ഇട്ടിട്ടുണ്ട്. അവിടെ പഴയ ഉണ്ടായിരുന്ന കാണിക്കാം. അങ്ങനെ അതിനകത്തൊക്കെ വീട്ടാണ്. അങ്ങനെ കണ്ട് കേട്ട് നമുക്ക് പോരാ. ഇവിടുത്തെ കുറച്ച് ചെടികളൊക്കെ എന്ന് പറഞ്ഞാൽ തുളസിയൊക്കെ ഉണ്ട്. നമ്മുടെ തുളസിയും ഒക്കെയാണ് നമുക്കുള്ളത്. ഇത്തരം കുറേ കാഴ്ചകളൊക്കെയാണ്. പിന്നെ അതുപോലെ തന്നെ ചുറ്റും കുറേ ഈന്തപ്പന മരങ്ങളും ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സംഭവം ഒക്കെയാണ്, നല്ല രസമുണ്ട്. പുതിയൊരു വെറൈറ്റി. നമ്മൾ പെട്ടെന്ന് കയറി ഇറങ്ങി ഇവിടുന്ന് പോകാമെന്നുള്ള ഉദ്ദേശമാണ്. കിണറുകളും ഒക്കെ ആണെങ്കിലും പഴയ കാലത്തെ ഒരു സെറ്റപ്പ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ചിലരൊക്കെ ഇരുന്ന് ഫുഡൊക്കെ കഴിക്കുന്നു. അതെല്ലാം ഒരു പഴയകാല സെറ്റപ്പിലുള്ള പരിപാടിയാണ്. ഗുഡ് മോർണിംഗ് ഗൈസ്. അൽഫർസൻ ഐലൻഡിലെ രാത്രി സ്റ്റേക്ക് ശേഷം ഞങ്ങളിന്ന് രാവിലെ അബഹായിലോട്ട് തിരിച്ചു പോവുകയാണ്, ഷിപ്പ് വഴി. അപ്പം ഇവിടുന്ന് ഞങ്ങൾ ഇറങ്ങുകയാണ് കേട്ടോ. ഓക്കെ, ഇനി അങ്ങോട്ട് മുന്നോട്ട് ബാക്കി കാഴ്ചകളൊക്കെ കാണാം. ഗൈസ്, ഇന്നലെ നമ്മൾ രാത്രി ഉണ്ടായിരുന്ന ഹോട്ടലിൽ നിന്ന് നമ്മൾ പോവാണ്. ഇനിയിപ്പം നമ്മൾ ഫെറിയിലോട്ടാണ് പോകുന്നത്. ഫെറിയിൽ കയറി നമ്മൾ വീണ്ടും ജീസാനിലെ പോർട്ടിലോട്ട് പോകും. അവിടെ നിന്ന് നമ്മൾ അബഹയ്ക്ക് പോകും. ഈസയൊക്കെ ഉണ്ട്. രാവിലെ എണ്ണീറ്റായിരുന്നു 5 മണിക്ക് എണ്ണീറ്റ് 5 മണിക്ക് ഇറങ്ങും. അതുകൊണ്ടാണ് ഇത് ക്ഷീണിച്ച് വിഷമിച്ചൊക്കെ ഇരിക്കുന്നത്, ഉറക്കത്തിലാണ്. ഓക്കെ, അപ്പോൾ ഞങ്ങൾ പോവാണ്. ജോബിയൊക്കെ പോയി. ഞങ്ങളുടെ കുറച്ച് ടീമെല്ലാം ഓൾറെഡി വണ്ടി പോയിട്ടുണ്ട്. ഒരു ഹോട്ടലെത്തിയെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത് ബാക്ക് സൈഡിലാണ് നമ്മുടെ ഏകദേശം ഒരു രാത്രി കാഴ്ചകളൊക്കെ തന്നെ നേരം വെളുത്ത് തുടങ്ങുന്നേ ഉള്ളൂ. ഏകദേശം ഒരു 5-5:30 ഓക്കെ, ഞങ്ങളങ്ങനെ ഫർസൻ ഐലൻഡിലെ പോർട്ട് സൈഡിലെത്തിയേക്കാണ്. ഇവിടെ നിന്നാണ് നമ്മൾ ഫെറി കയറാൻ പോകുന്നത്. അപ്പോൾ ഇനി ഇവിടുന്ന് ലഗേജും ഒക്കെ കയറ്റി നമ്മൾ ഇന്നലെ അവിടെ നിന്ന് കയറി കണക്ക് തന്നെ ജീസാൻ പോർട്ടിൽ നിന്ന് കയറി കണക്ക് തന്നെ ഇവിടുന്ന് ചെക്കിംഗ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇതിനുള്ളിലോട്ട് പോകണം. ഇനിയും അവിടുത്തെ പോലെ തന്നെ അതേ ഒരു കെട്ടിടം. നമ്മൾ വന്നിറങ്ങി ആ സൈഡായിരുന്നു അറിയില്ല. ഇവിടെ നമ്മൾ തിരിച്ച് പോകുന്നു ഡിപ്പാർച്ചർ സൈഡിലോട്ട്. ഇവിടെ നിന്ന് അകത്തോട്ട് പോകണം. നമ്മുടെ ടീമുകളൊക്കെ നേരത്തെ ഇവിടെ എത്തി വന്ന് എല്ലാവരും റെഡി ആയിരിക്കൊണ്ട്. ഞങ്ങളാണ് ലാസ്റ്റ് വന്നത്.
ഇവിടെയും നമുക്ക് അതേപോലെ തന്നെ ക്യൂവിലൂടെ ഒക്കെ കയറി സ്കാനൊക്കെ ചെയ്ത് ടിക്കറ്റും ഒക്കെ സ്കാൻ ചെയ്യാം. ടിക്കറ്റിൽ ഇക്കാമയാണ് മെയിനായിട്ട് സ്കാൻ ചെയ്യുന്നത്. അപ്പം അതിൽ അകത്തോട്ട് പോകാം ആണ് സംഭവം. നമ്മളിവിടെ വന്നിട്ട് ചെക്കിങ്ങും പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇന്നലെ വന്നിറങ്ങിയ അതേ പ്ലേസ് കൂടെ തന്നെ തിരിച്ച് ഫെറിയിലോട്ട് പോവാണ്. ഞങ്ങൾ ഏകദേശം ഈ ഫെറി സ്റ്റാർട്ട് ചെയ്യുന്നതിന് ലാസ്റ്റ് ടൈമായി. കാരണം കുഞ്ഞുങ്ങളുടെ ടിക്കറ്റും കാര്യങ്ങളൊന്നും അവൈലബിൾ അല്ലായിരുന്നതുകൊണ്ട് തന്നെ കുറച്ച് ഡിലേ ആയി. ലാസ്റ്റ് ആയപ്പോൾ ആ ടിക്കറ്റൊന്നും ഇല്ലാതെ തന്നെ അവർ കയറ്റി വിടുകയും ചെയ്തു. അത് രസം. ഞങ്ങളിങ്ങനെ അവിടുന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ഫെറി സർവീസിൻ്റെ അവിടോട്ട്. നല്ല ക്ലൈമറ്റാണ് കേട്ടോ. വലിയ ചൂടുമില്ല എന്നാൽ വലിയ തണുപ്പും ഇല്ലാത്തൊരു ക്ലൈമറ്റ്. സീ ഒക്കെ കാണാനായിട്ട് നല്ല രസമുണ്ട്. നമുക്ക് സൂപ്പർ സംഭവം. അവിടെ ഇവിടെയൊക്കെ കുറേ ദ്വീപുകളും കാര്യങ്ങളൊക്കെ കാണും നമുക്ക് ദൂരെ. ദ്വീപുകളോ എന്തൊക്കെയോ സംഭവം. നമ്മളതേ ഫെറിയിലോട്ട് ഇപ്പോൾ കയറുകയാണ്. ഇതൊരു ജങ്കാർ, നാട്ടിലൊരു ജങ്കാറിനെ അനുസരിപ്പിക്കുന്ന രീതിയിലുള്ള സംഭവം. കാരണം വണ്ടികളൊക്കെ നമുക്ക് ഇതിനു വഴി കയറ്റി കൊണ്ടുപോകാം ആണ് സംഭവം. ഇവിടുത്തെ സ്റ്റാഫിൻ്റെ ടെക്നിക്കൽ സ്റ്റാഫിൻ്റെ യൂണിഫോമാണിത്. ഓറഞ്ച് കളർ നമ്മൾ ഓരോണൊക്കെ ഉണ്ട്. ഇത് നല്ലോണം ഉണ്ട് കേട്ടോ. വണ്ടികളൊക്കെ കൊണ്ട് പാർക്ക് ചെയ്തേക്കുന്നു. നമ്മുടെ ടീമെല്ലാം ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഫെറിയുടെ ബാക്ക് സൈഡാണ്. ഇത് കാണുന്നതാണ് ഫസ്റ്റ് ഐലൻഡ്. ഇന്ന് യാത്ര പറഞ്ഞ് നമ്മൾ പോവാണ്. ഓക്കെ, ഒരു ബഹളം ഉണ്ടാക്കി കളയാട്ട് കയറ്റുന്നുണ്ട്. ഞങ്ങൾ പോവാണ്. നമ്മളിപ്പം ജീസാൻ ബോർഡറിൻ്റെ സൈഡിൽ വന്നിട്ട് അവിടുത്തെ ഫെറിയിൽ വന്ന് ഇറങ്ങിയാണ്. അവിടെ ഒരു ഷിപ്പൊക്കെ, വലിയ ഷിപ്പ് ഇവിടെ കൊണ്ട്. ഇവിടെ ഇതിനകത്തൊന്നും എടുക്കാൻ പാടില്ലെന്നുള്ള കർശനമായിട്ട് നിയമമുണ്ട്. അപ്പോൾ അതുകൊണ്ടുള്ളത് തന്നെ അകത്ത് നിന്നപ്പോൾ ഒരു പോലീസുകാരൻ ഞാനെടുത്ത കുറച്ച് വിഷ്വൽസൊക്കെ ഡിലീറ്റ് ചെയ്യിപ്പിച്ചു. സാരമില്ല, അവരുടെ നിയമവും കാര്യങ്ങളൊക്കെയാണ്. നമ്മളതിനെ നിൽക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ അകത്തുള്ളതിൻ്റെ ഒന്നും ഇടുന്നില്ല. എന്തോ ഇതാണ് നമ്മൾ വന്ന ഫെറി. നല്ല വലുപ്പത്തിലുള്ളൊരു സംഭവം. എത്രയോ ടണ്ണായിരിക്കും കയറുന്നത്. കാരണം എത്ര കാറുകളാണ് ഇറങ്ങി പുറത്തോട്ട് വന്നിരിക്കുന്നത്. വീഡിയോസ് കണ്ടതിന് എല്ലാവർക്കും നന്ദി. തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കമൻസും അറിയിക്കുക.